ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് മനസ്സാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു മനസ്സുണ്ട്. എൻ്റെ മനസ്സിലുള്ളത് നിങ്ങൾക്കോ നിങ്ങളുടെ മനസ്സിലുള്ളതോ എനിക്കോ കാണാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. അപ്പം ഒരു സിറ്റുവേഷനിൽ എന്നോട് അങ്ങനെ മനസ്സിലായിട്ട് ഒരു ചിന്ത വന്നു, ഒരു തെളിഞ്ഞ മനസ്സിന് ഉടമയാവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓർക്കും, എന്താണ് തെളിഞ്ഞ മനസ്സെന്ന് ഉദ്ദേശിക്കുന്നത്, എന്താ അത് ഉദ്ദേശിച്ചേക്കണമെന്നുള്ളത് എനിക്കാകെ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതായത് നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് കാണുമെന്നല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലൊരു സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ മുഖത്ത് കാണും. അങ്ങനെ ഒരു ചിന്ത എനിക്കിട്ട് തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ കലങ്ങിക്കിടക്കുന്ന മനസ്സ്, തെളിഞ്ഞു കിടക്കുന്ന മനസ്സ്, അങ്ങനെ രണ്ട് പാർട്ടായിട്ട് പറഞ്ഞു തരുവാണ്. അപ്പോൾ ഈ കലങ്ങിക്കിടക്കുന്ന മനസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഒരു തെളിഞ്ഞ് കിടക്കുന്ന മനസ്സ് പെട്ടെന്ന് കലങ്ങി വരുവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ദേഷ്യം, വെറുപ്പ്, പക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സാകെ കലങ്ങി മറിയും. അത് നമ്മുടെ മനസ്സിലേക്ക് അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് തന്നെ ഒരു ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളിൽ അതുപോലെ, അതായത് ഒരു ഉദാഹരണമായിട്ട് പറയണത്, ഒരു കുളം നന്നായിട്ട് തെളിഞ്ഞിങ്ങനെ കിടക്കണത് പെട്ടെന്ന് കലങ്ങണ എന്തുകൊണ്ടാണ്? നല്ല ശക്തിയായിട്ടൊരു മഴ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ ചേഞ്ചസിലൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളിലാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെയൊരു കലക്കങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ കലങ്ങിക്കിടക്കണ കാണാനായിട്ട് നമുക്ക് കാഴ്ചയ്ക്കൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ മനസ്സ് കലങ്ങി മറിയുമ്പോഴത്തേക്കും അതിനകത്ത് എന്താ പറയുക, ദേഷ്യം, വാശി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് പെട്ടെന്നുള്ള പ്രകോപനങ്ങളിൽ കലങ്ങിക്കിടക്കാറുണ്ട്. ഈ തെളിമയുള്ള മനസ്സെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? തെളിമയുള്ള ഇത് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ തെളിഞ്ഞ മനസ്സായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഈ തെളിഞ്ഞ മനസ്സും കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താ? മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, മറ്റുള്ളവരെ കരുതുന്ന ഒരു മനസ്സിന് ഉടമയാകുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ എന്താ? ഒരു കലങ്ങിയ മനസ്സായിട്ടല്ലേ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുക. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളിൽ നമ്മുടെ മനസ്സ് കലുഷിതമായാലും അതെല്ലാം ശാന്തമായി ദൈവത്തിന് മുൻപാകെ നമ്മളൊരു തെളിഞ്ഞ മനസ്സോടുകൂടി നിൽക്കണമെന്നാണ് അന്നെനിക്ക് പറഞ്ഞു തന്നത്. അപ്പം നമുക്കെല്ലാം നിൽക്കാൻ, അങ്ങനെ ആവാൻ പറ്റാത്തതും നമുക്ക് എപ്പോഴും അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റാത്തത്. ഞാൻ ഇടയ്ക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ചോദിക്കും, എൻ്റെ ദൈവമേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന ഒരു മനസ്സായിരുന്നെങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ തമാശയ്ക്ക് ചോദിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കലങ്ങി നിൽക്കുന്ന ഒരു മനസ്സിനുടമ്പയാകുമ്പോഴത്തേക്കും നമ്മളിലെ നന്മകളും നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തന്ന മറ്റൊരിത്. അപ്പം നമ്മൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാകുമ്പോഴത്തേക്കും നമ്മളിലെ നന്മകളാണ് കൂടുതൽ ദൈവത്തിൻ്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ ഓരോ സമയത്ത് പറഞ്ഞു തരാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോസ് തുടർച്ചയായിട്ട് കാണുക. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.